ഹായ്. കഴിഞ്ഞ ദിവസം നമ്മൾ ടോർ ബ്രൗസർ എങ്ങനെയാണ് സിസ്റ്റത്തിന്റെ ബ്രൗസിംഗ് അനോൺസ് ആക്കേണ്ടത് ഇട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ടോർ ബ്രൗസർ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഡാർക്ക് വെബ് സൈറ്റുകളൊക്കെ ആക്സസ് ചെയ്യുകയും ചെയ്തു. അപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ സിസ്റ്റത്തിന്റെ ബ്രൗസർ മാത്രമേ അനോണിമസ് ആയിട്ടുള്ളൂ. നമ്മളുടെ സിസ്റ്റം ഇപ്പോഴും ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ നോർമൽ നെറ്റ്വർക്ക് തന്നെയാണ്. നോർമൽ ISP കണക്ഷൻ തന്നെയാണ് ഈ പറയുന്ന കമ്മ്യൂണിക്കേഷൻസും പോകുന്നത്. സോ അവിടെ നമ്മളുടെ IP ലീക്ക് ആവും, നമ്മുടെ ഇൻഫർമേഷൻസ് ലീക്ക് ആവും. സോ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ സിസ്റ്റത്തിനെ എൻറ്റയർലി ലേക്ക് മാറ്റണം, അല്ലെങ്കിൽ ടോർ നെറ്റ്വർക്കിലേക്ക് മാറ്റണം. എങ്കിൽ മാത്രമേ നമ്മൾ കംപ്ലീറ്റ് അനോണിമസ് ആയി എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ നമ്മൾ ടോർ ബ്രൗസർ വഴി നമ്മൾ ബ്രൗസിംഗ് ആക്സസ് മാത്രമേ അനോണിമസ് ആക്കിയിട്ടുള്ളൂ, ടോർ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിട്ടുള്ളൂ. നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് നമ്മളുടെ എൻറ്റയർ സിസ്റ്റത്തിനെ എൻറ്റയർ സിസ്റ്റത്തിനെ നമുക്ക് എങ്ങനെ VPN കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ ടോർ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. അതിന് നമുക്കൊരു ടൂൾ ആവശ്യമാണ്. അതിന്റെ പേരാണ് കാലി ടോറിഫൈ. കാലി ടോറിഫൈ എന്ന് സെർച്ച് ചെയ്യാം. ഫസ്റ്റ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്ന ഈ ഒരു GitHub ലിങ്ക് അത് ഓപ്പൺ ആക്കുക. ടൈം കട്ട് ചെയ്യില്ലേ? ലോഡിംഗ് ടൈം. കാലി ടോറിഫൈ എന്ന് പറയുന്ന അതിന്റെ GitHub പേജിലെത്തി. ഇവിടെ നമുക്ക് കോഡ് കാണുന്നുണ്ട്. അതേപോലെ ഇൻസ്റ്റാളേഷൻ സ്റ്റെപ്പ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു ഫോൾഡർ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഗിറ്റ് ക്ലോൺ ചെയ്യാം. ക്ലോൺ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ആ ലിങ്ക് കോപ്പി ചെയ്തു. ദെൻ ജസ്റ്റ് ഞാനൊരു ഫോൾഡറിൽ ഗിറ്റ് ക്ലോൺ ചെയ്ത് വെച്ചു. അതുവഴി എന്താ സംഭവിച്ചത്? എങ്ങനെയാണോ ഈ ഒരു GitHubൽ ഈ ഒരു ഫോൾഡർ കിടക്കുന്നത്, എങ്ങനെയാണോ ഈ ഫയൽ GitHubൽ കിടക്കുന്നത്, ആ ഒരു കറക്റ്റ് ഫോൾഡർ സ്ട്രക്ചറിൽ എന്ത് ചെയ്യും? നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് ചെയ്ത് വെച്ചു. ഓക്കെ, ജസ്റ്റ് CD കാലി ടോറിഫൈ നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? കറക്റ്റ് എങ്ങനെയാണോ നമ്മുടെ GitHubൽ ഉണ്ടായിരുന്നത് അതേ രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ദെൻ ഗിറ്റ് ക്ലോൺ ചെയ്ത് വെച്ചതിന് ശേഷം ദെൻ ഇവരവിടെ ഇൻസ്റ്റാളേഷൻ സ്റ്റെപ്പ് പറയുന്നുണ്ട്. സ്റ്റെപ്പ് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. നമ്മളിത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം എന്നുള്ള കാര്യം. ക്ലോൺ ചെയ്ത് വെച്ച ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഇതിന് കുറച്ച് ഡിപ്പെൻഡൻസി ഫയലുകളുണ്ട്. ഏതൊരു ടൂൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്തും ആ ടൂള് നമ്മളുടെ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് ഡിപ്പെൻഡൻസീസ് ഫയലുകൾ ആവശ്യമാണ്. അപ്പോൾ ആ ഫയലുകളും ഇവിടെ നിന്ന് എന്ത് ചെയ്യണം? ഇൻസ്റ്റാൾ ചെയ്യണം. അതിവിടെ കാണിച്ചു തരുന്നുണ്ട് അത് ഏതൊക്കെയാണ് ഫയലുകൾ എന്നുള്ളത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക? ആ ഫയലുകൾ കൂടി ഇൻസ്റ്റാൾ ചെയ്യുക. ഇതിൽ പ്രധാനപ്പെട്ടത് നമ്മുടെ സിസ്റ്റം എപ്പോഴും എന്തായിരിക്കണം? അപ്ഡേറ്റ് ചെയ്തതായിരിക്കണം. പുറമേ ഇവിടെ ഈ ഒരു ടൂളിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഏതാണ്? ടോറും കേളും. മെയിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ രണ്ട് ടൂളുകളും ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഓൾറെഡി നിങ്ങളുടെ സിസ്റ്റം അപ്ഡേറ്റഡും ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നീട് ഈ ഒരു കമാൻഡ് കൊടുത്താൽ മതി. apt install tor ആൻഡ് കേൾ. ഇത് രണ്ടും തന്നെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഈ ഒരു കമാൻഡ് നിങ്ങൾക്ക് ഏത് ഫോൾഡറിൽ നിന്നും വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. കാരണം ഇതെന്താണ്? apt ആണ് നമ്മളുടെ പറയുന്ന സ്ട്രക്ചറുമായിട്ട്, ഈ ഫോൾഡറുമായിട്ട് യാതൊരു ബന്ധമല്ല. ഇത് അതിൻ്റെ ഡിപ്പെൻഡൻസി ഫയലുകളാണ്. ഇത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. ദെൻ ആ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത എന്താണ്? സിമ്പിൾ കമാൻഡ് നമ്മൾ എന്ത് ചെയ്യുന്നു? കാലി ടോറിഫൈ എന്ന് പറയുന്ന ഫോൾഡറിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. ദെൻ സുഡോ മേക്ക് ഇൻസ്റ്റാൾ. ഓക്കെ, നമ്മളുടെ ലാസ്റ്റ് കമാൻഡ് ആണ്. അതുകൂടി നമ്മൾ എന്ത് ചെയ്തു? കൊടുത്തു. ദെൻ അത് ഇൻസ്റ്റാളേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പാത്ത് സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അതായിരുന്നു ഈ ഫയലിൽ ഉണ്ടായിരുന്നത്. സോ പാത്തുകളൊക്കെ സെറ്റ് ചെയ്തു. എന്തായി? കാലി ടോറിഫൈ എന്ന് പറയുന്ന ടൂൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾഡ് ആയി. ഓക്കെ, ഈ ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടോർ ബ്രൗസർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? വർക്കിംഗ് യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ബ്രൗസറാണ് ടോർ ബ്രൗസർ.
അതേപോലെ ഈ കാലിറ്റോറിഫൈ എന്ന് പറയുന്ന ടൂൾ എന്താണ്? നമ്മളുടെ എൻ്റയർ സിസ്റ്റത്തിനുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ്. എൻ്റയർ സിസ്റ്റത്തിനെ ടോർ നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റാണ്, ഒരു ടൂളാണ് ഏത്? ഈ കാലിറ്റോറി പറയുന്നത്. ഓക്കെ. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ആ ടൂൾ ഇൻസ്റ്റാൾ ചെയ്തു. ഇനി നമുക്ക് ഏത് ഫോൾഡർ എന്ത് ചെയ്യുന്നു? ഞാൻ എൻ്റെ ഹോം ഡയറക്ടറിയിലേക്ക് പോയി. ദെൻ ഇനി ഞാൻ എന്ത് ചെയ്യാണ്? കാലിറ്റോറിഫൈ നേരിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആ ടൂൾ കാലിറ്റോറിഫൈ. ഓക്കെ. ഫസ്റ്റ് വണ്ണം ഏത് ടൂൾ നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം നോക്കേണ്ടത് അതിന് ഹെൽപ്പ് എടുത്തിട്ട് എങ്ങനെയൊക്കെയാണ് അത് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ നോക്കണം. Then അവിടെ ഇവിടെ കുറച്ച് ഫ്ലാഗുകൾ മാത്രമേ അവർ യൂസ് ചെയ്യുന്നുള്ളൂ. -H, -T, -C. ഓക്കെ. നമുക്ക് ടോർ നെറ്റ്വർക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ --tor അല്ലെങ്കിൽ -T എന്ന് കൊടുത്താൽ മതി. നമുക്കൊരു ടോർ നെറ്റ്വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ നമുക്ക് ആ ഒരു സ്റ്റാറ്റസ് അറിയണമെന്നുണ്ടെങ്കിൽ -S. നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ഒന്ന് ടോർ നെറ്റ്വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. കാലിറ്റോറിഫൈ -T അല്ലെങ്കിൽ --tor. ഓക്കെ. കൊടുത്തു കഴിഞ്ഞാൽ സോറി നമ്മൾ എന്തായിരിക്കണം? സൂപ്പർ യൂസർ ആയിരിക്കണം. കാരണം എൻ്റെ സിസ്റ്റത്തിന് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? കോൺഫിഗറേഷൻ ചേഞ്ച് ചെയ്യാൻ പോവാണ്. ടോർ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്യാൻ പോവാണ്. സോ ആയിരിക്കണം. നിങ്ങൾ ടോർ ബ്രൗസർ ഓപ്പൺ ആക്കിയ സമയത്ത് സുഡോ ചെയ്യാൻ പാടില്ല എന്നായിരുന്നു. എന്നാൽ ഇവിടെ നമ്മൾ കാലിറ്റോറിഫൈയിൽ നമുക്കത് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ സുഡോ യൂസ് ചെയ്യണം. ഓക്കെ. ഞാൻ സുഡോ എന്ന് കൊടുത്തു. സുഡോ കാലിറ്റോറിഫൈ --tor. ഓക്കെ. എന്താണ്? അത് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ സിസ്റ്റത്തിന് ആദ്യം എന്താ സംഭവിക്കുന്നത്? ടോർ സർവീസ് സ്റ്റാർട്ട് ആവും. കമ്പ്യൂട്ടറിൽ നേരത്തെ നമ്മളൊരു സുഡോ apt ഇൻസ്റ്റാൾ ടോർ എന്ന് പറഞ്ഞ് ഇൻസ്റ്റാൾ ചെയ്തിരുന്നല്ലോ. അത് ടോർ സർവീസിന് വേണ്ട ഡിപെൻഡൻസി ഫയലുകളാണ്. ടോർ എങ്ങനെ കണക്ട് ആവണം എന്നുള്ള ഫയലും കാര്യങ്ങളൊക്കെ അതിലുണ്ട്. സോ ആ ടോർ സർവീസ് നമ്മുടെ കമ്പ്യൂട്ടറിൽ സ്റ്റാർട്ട് ആയിട്ടുണ്ടാകും. ദെൻ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമുക്കൊരു പബ്ലിക് IP കിട്ടി. നേരത്തെ നമ്മുടെ ഡിവൈസിന്റെ IP എന്ന് പറയുന്നത് നോർമൽ ആയിരിക്കും. ഇവിടെ എന്താണ്? IP മാറിയാണ് ബെർലിനിലുള്ള ഒരു IP-യുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തു. ഓക്കെ. ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? -S അടിക്കുന്ന സമയത്ത് അടിക്കുന്നു. എന്ത് ചെയ്യാൻ പറ്റും? ജസ്റ്റ് ഒരു സ്റ്റാറ്റസ് അറിയാൻ പറ്റും. അതല്ല എനിക്ക് എന്ത് ചെയ്യാം? വേറെ സെർച്ച് എഞ്ചിനിൽ പോയിട്ട് വാട്ട് ഈസ് മൈ IP അഡ്രസ്, IP അറിയുന്ന ഒരുപാട് പ്ലാറ്റ്ഫോംസുകളുണ്ട്. അതിലേക്കും നമുക്ക് ചെയ്യാം. ഇവിടെ സ്റ്റാറ്റസ് നമുക്ക് എന്തായിട്ടുണ്ട്? ഇവിടെ ലോഡായിട്ട് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ എവിടെ കണക്ട് ആയിരിക്കുന്നത്? സ്റ്റേറ്റ് ഓഫ് ബെർലിൻ എന്ന് പറയുന്ന ഈ ഒരു പ്രദേശത്താണ് നമ്മൾ കണക്ട് ആയിരിക്കുന്നത്. നമ്മുടെ IP അഡ്രസ്സ് മാറി. IP അഡ്രസ്സ് മാറുന്നുണ്ടെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ. വാട്ട് ഈസ് മൈ IPയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നമ്മളുടെ IP ഇപ്പോൾ എന്താണ്? ഇത് മാറിക്കൊണ്ടേയിരിക്കും കേട്ടോ. IP ഇരിക്കും. സിറ്റി മാറി. സാൻ ഏഞ്ചലിയോ. ഓക്കെ. അവിടേക്ക് എത്തി. ടെക്സാസിലെത്തി. ഇനി എന്താണ്? ഞാനത് ജസ്റ്റ് ക്ലിയർ ചെയ്യുന്നു. നമ്മളിപ്പോൾ നേരത്തെ ടോർ നെറ്റ്വർക്ക് സ്റ്റാർട്ട് ചെയ്തല്ലോ. ഞാൻ -C അടിച്ചിട്ട് അത് സ്റ്റോപ്പ് ചെയ്യുന്നു. ഇത് നമ്മളുടെ നോർമൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. നോർമലി ഞാൻ എവിടെയാണ് കണക്ട് ആയിരിക്കുന്നത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഞാൻ എന്ത് ചെയ്തു? ടോർ സർവീസ് സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ. ടോർ എന്തായിട്ടുണ്ടാവും? സ്റ്റോപ്പ് ആയിട്ടുണ്ടാകും. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ഒന്നും ഈ ഓക്കെ. കുന്നമംഗലം കേരള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടോർ സർവീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് എന്താ ആക്കി വെച്ചത് ടോർ സർവീസ് നമ്മൾ റൺ ചെയ്യാത്ത സിറ്റുവേഷനുകളിൽ നമ്മൾ എന്താണ് നമ്മളുടെ എൻ്റെ കണക്ഷനും ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ. ബാക്കി ഇതിൻ്റെ താഴെ ഒരുപാട് ഹിഡൻ ഡീറ്റെയിൽസ് അതിനെപ്പറ്റി പിന്നീട് ഡിസ്കസ് ചെയ്യാം. ദെൻ എൻ്റെ IP-യും ഇവിടെ കാണുന്നുണ്ട്. എന്നാൽ നമ്മൾ ടോർ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് വേറെ സിസ്റ്റമാണ്. ഈ ഫയർഫോക്സ് മാത്രമല്ല. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഏതാണ്? ടോർ ബ്രൗസർ അല്ല. ഇതെൻ്റെ ഫയർഫോക്സ് ആണ്. നേരത്തെ നമ്മൾ ടോർ ബ്രൗസർ യൂസ് ചെയ്തിട്ടാണ് അനോണിമസ് ആയത്. പക്ഷേ എൻ്റെ ഫയർഫോക്സ് മാത്രമല്ല, എൻ്റെ ടെർമിനലും എൻ്റെ ഷെല്ലും കംപ്ലീറ്റ് സിസ്റ്റം എന്തായിട്ടുണ്ടാവും? ടോർ നെറ്റ്വർക്കിലേക്ക് കണക്റ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ. ഇനി ഞാൻ വീണ്ടും എന്ത് ചെയ്യുന്നു? അത് സ്റ്റാർട്ട് ചെയ്യുന്നു. കാലിറ്റോറിഫൈ -T. വീണ്ടും എന്താ ഉണ്ടാവും? ഇതേപോലെ സിസ്റ്റം ടോർ നെറ്റ്വർക്കിൽ കണക്ട് ആവും. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും ചെക്കിംഗ് നോക്കുമ്പോൾ വീണ്ടും ഇതേപോലെ അപ്ലിക്കേഷൻ മാറിയിട്ടുണ്ടാവും. IP മാറിയിട്ടുണ്ടാവും.
കംപ്ലീറ്റ് ആയിട്ടില്ല. യാഹ്. ദെൻ മാറി. ഇനി നമുക്ക് ഒന്നുകൂടി റിഫ്രഷ് അടിച്ച് നോക്കാം. യാഹ്. ലൊക്കേഷൻ മാറി. ISP കണക്ഷനും കൺട്രിയും ലൊക്കേഷനും ഒക്കെ എന്ത് ചെയ്തു? എൻറ്റയർലി മാറി. ഇപ്പൊ നമ്മളെന്താ ചെയ്തത്? നമ്മളുടെ എൻറ്റയർ സിസ്റ്റത്തിന്, കാരണം ബ്രൗസർ മാത്രം അനോണിമസ് ആക്കിയതുകൊണ്ട്, ബ്രൗസർ മാത്രം ഞാൻ മാറ്റിയതുകൊണ്ട് കാര്യമല്ല. നമ്മളുടെ ടെർമിനൽ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? പറയുന്ന നമ്മൾ കമാൻഡ്സുകളൊക്കെ കൊടുക്കുമ്പോൾ നമ്മളെപ്പോഴും ബ്രൗസർ മാത്രമല്ല, ഹാക്കേഴ്സ് എന്തും യൂസ് ചെയ്യാറുണ്ട്. കൂടുതലായിട്ടും ടെർമിനൽസും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. സോ ടെർമിനലിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും ഒരു കമാൻഡ് ടാർഗറ്റിലേക്ക് ചെയ്യുമ്പോഴേക്കും നമ്മുടെ എക്സാക്റ്റ് IP ആയിരിക്കും അവിടുന്ന് പോകുന്നുണ്ടാവുക. ബ്രൗസർ മാത്രം അനോണിമസ് ആക്കിയാൽ. എന്നാൽ നമ്മൾ കാലി ടോറിഫൈ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ടെർമിനൽ നമുക്ക് എന്തായിട്ട് യൂസ് ചെയ്യാം? അതും അനോണിമസ് ആവും. അതും നെറ്റ്വർക്കിൽ കണക്റ്റഡ് ആവും. അതുവഴി ഈ പറയുന്ന പോലെ നമ്മളുടെ സിസ്റ്റത്തിനെ നമുക്ക് അനോണിമസ് ആക്കാൻ പറ്റും. നമ്മളുടെ IP ചേഞ്ച് ചെയ്യാൻ പറ്റും. കൺട്രി, റീജിയൻ ഒക്കെ നമുക്ക് അതുവഴി മാറും. ഓക്കെ. ഇതാണ് കാലി ടോറിഫൈ എന്ന് പറയുന്ന ഒരു ടൂൾ. ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ എപ്പോഴും IP അഡ്രസ്സിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. IP മാറിയാൽ നമ്മൾ അനോണിമസ് ആയി എന്നാണ് നമ്മളുടെ ധാരണ. എന്നാൽ അങ്ങനെയല്ല. IP മാത്രമല്ല നമ്മുടെ അനോണിമസ് എന്നുള്ള ഒരു കാര്യത്തിൽ IP മാത്രമല്ല കൺസിഡർ ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഒരാളുടെ IP ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കും. നമ്മൾ കാലി ടോറിഫൈ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയാണ് ബെനിഫിറ്റ്. അതൊരു നിശ്ചിത സമയം ഇടവിട്ട് IP ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ. അപ്പം ഈ റിസീവർക്ക് അറ്റാക്ക് നടക്കുന്നത് വിക്റ്റിമായ ഒരു സ്ഥലത്തായിരിക്കും അറ്റാക്ക്. നമ്മൾ എവിടെയാണോ അറ്റാക്ക് നടത്തുന്നത് അവിടെ വിക്റ്റിം സൈഡ്. ആ വിക്റ്റിമിനെ മനസ്സിലാവും. അവിടെ ഉണ്ടാവുമല്ലോ ബ്ലൂ ടീമിംഗ് അല്ലെങ്കിൽ ഡിഫൻഡേഴ്സിന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. IPകൾ ഇങ്ങനെ മാറി വരുന്നുണ്ട്. പക്ഷെ അറ്റാക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആളുടെ IP ഇങ്ങനെ മാറുന്നുണ്ട്. അവർക്ക് മനസ്സിലാവും. ആള് ഇത്ര പെട്ടെന്ന് അമേരിക്കയിലേക്കും ഇത്ര പെട്ടെന്ന് US എന്താ പറയാ ചൈനയിലേക്കും പോകുന്നതല്ല. പകരം അയാളുടെ സിസ്റ്റത്തിൽ VPN റൺ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. കാരണം IP ഇങ്ങനെ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് കാര്യം മനസ്സിലാവും. അല്ലാതെ ഒരാൾ ഒറ്റയടിക്ക് പെട്ടെന്ന് അങ്ങോട്ട് രാജ്യം മാറി പോകുന്നതല്ലല്ലോ. പെട്ടെന്ന് എന്ത് ചെയ്യുന്നതാണ്? VPN യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ, കാരണം IP ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു അവർക്കറിയാം. പിന്നെ അവർ IPയിൽ നോക്കില്ല. വേറെയും കുറേ ഫാക്ടറുകളുണ്ട്. നമ്മളുടെ സിസ്റ്റം അനോണിമിറ്റിയുമായി ബന്ധപ്പെട്ട് നമ്മളെ അല്ലെങ്കിൽ നമ്മളെ ഡിറ്റക്ട് ചെയ്യാനും വേണ്ടിയിട്ട്. നമുക്ക് MAC അഡ്രസ് ഉണ്ട്. അതേപോലെ വേറെയും കുറേ ഫാക്ടറുകളുണ്ട്. അതിലൊന്നാണ് നമ്മളുടെ ഡിവൈസ് ഇൻഫോ. നമ്മൾ ഏത് ബ്രൗസർ യൂസ് ചെയ്യുന്നു, ഇങ്ങനെയുള്ള കുറേ ഇൻഫർമേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? ലീക്കായിട്ട് പോകുന്നുണ്ട്. നമ്മൾ ഏത് ഡിവൈസ് യൂസ് ചെയ്യുന്നു. നമ്മൾ സെയിം ഡിവൈസ് യൂസ് ചെയ്തിട്ട് സെയിം ബ്രൗസറും യൂസ് ചെയ്തിട്ടാണ് എന്തുമാത്രം മാറ്റുന്നത്? IP മാത്രം മാറ്റുന്നത്. അപ്പൊ IP എന്താണ്? അവർക്ക് മനസ്സിലായി അത് VPN യൂസ് ചെയ്താണെന്നുള്ളത്. അവരെന്താ നോക്കുക? ഈ ഈ റിക്വസ്റ്റ് ഒക്കെ വരുന്ന ഡിവൈസ് എന്ത് തന്നെയാണ്? മാറ്റുന്നില്ല. നമ്മളുടെ ബ്രൗസറും നമ്മൾ മാറ്റിയിട്ടില്ല. സെയിം ബ്രൗസർ ഒക്കെ തന്നെ നമ്മൾ. സോ നമുക്ക് എന്ത് ചെയ്യണം? അതും കൂടി മാറ്റണം. ഓക്കെ. നമ്മളെ ഇന്റർനെറ്റ് എടുക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന യൂസർ ഏജന്റ് എന്നാണ്. ഏത് സോഫ്റ്റ്വെയർ ഈ വഴിയാണ് നമ്മൾ ഇന്റർനെറ്റ് വെബ് പേജ് ആക്സസ് ചെയ്യുന്നത്. അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് യൂസർ ഏജന്റ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ അതിന് വേണ്ടി നമുക്കൊരു എക്സ്റ്റൻഷൻ ഉണ്ട്. യൂസർ ഏജന്റ് യൂസർ ഏജന്റ് സ്വിച്ചർ. യൂസർ ഏജന്റ് സ്വിച്ചർ എന്ന് പറയുന്ന ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്. ഈ ഒരു എക്സ്റ്റൻഷൻ നമുക്ക് ക്രോമിൽ ആഡ് ചെയ്യാം. അതേപോലെ നമ്മൾ എഡ്ജിൽ ആഡ് ചെയ്യാം. ഫയർഫോക്സ് ആഡ് ചെയ്യാം. ഞാൻ എന്ത് ചെയ്യുന്നു? കണ്ടോ ഇവിടെ അത് കാണിക്കുന്നുണ്ട്. ഞാനിപ്പം യൂസ് ചെയ്യുന്ന ഏതാണ്? ഫയർഫോക്സ് ആണ്. സോ ഞാൻ എന്ത് ചെയ്യുന്നു? ഫയർഫോക്സ് സെലക്ട് ചെയ്തു. സോ ഞാൻ എന്ത് ചെയ്തു? ആ എക്സ്റ്റൻഷൻ ഓപ്പൺ ആക്കി. ഞാൻ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങളിൽ എന്താണ് ഇവിടെ ആഡ് എന്ന് കാണും. ആഡ് എന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യും? നിങ്ങളുടെ ഈ ബ്രൗസറുമായിട്ട് ഒരു എക്സ്റ്റൻഷൻ ആഡ് ആവും. ദെൻ നിങ്ങൾക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ കോർണറിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും യൂസർ ഏജന്റ് സ്വിച്ചർ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ. അത് ഡീഫാൾട്ട് ആയിരിക്കും. നോർമലി അത് കിടക്കുന്നുണ്ടാവുക. അത് ഡീഫാൾട്ട് ആയിട്ടായിരിക്കും. അപ്പോൾ എന്താ പോവുക? എൻ്റെ ഈ ഒരു സിസ്റ്റം അവിടെ പോകുന്നുണ്ടാവും. കാലിയാണ് യൂസ് ചെയ്യുന്നത്. കാലിയിൽ ഫയർഫോക്സ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുള്ള ആയിരിക്കും പോകുന്നുണ്ടാവുക. ഓക്കെ. എനിക്ക് എന്ത് ചെയ്യണം? ആ ഇൻഫർമേഷൻസ് പോകണ്ട. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഡിവൈസുകൾ മാറ്റാം. യൂസർ ഏജന്റ് മാറ്റാം. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ വിൻഡോസ് ഫയർഫോക്സ് എന്ന്, ഓക്കെ, അല്ലെങ്കിൽ മാക് OS എന്ന് കൊടുക്കും. എന്ത് ചെയ്യും? എൻ്റെ യൂസർ ഏജന്റ് വെച്ചിട്ട് എൻ്റെ ഡിവൈസിന്റെ ഇൻഫർമേഷൻ മാറിക്കൊണ്ടേയിരിക്കും. അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?
നമ്മളെ നേരത്തെ പറഞ്ഞ ഐപി അഡ്രസ്സ് മാത്രമല്ല, ഐപി അഡ്രസ്സ് നമ്മൾ മാറ്റുന്നുണ്ടാവും. പക്ഷേ സെയിം ഡിവൈസ്, സെയിം ബ്രൗസർ യൂസ് ചെയ്തിട്ടായിരിക്കും ബാക്കി ബ്രൗസിംഗ് നടക്കുന്നുണ്ടാവുക. സോ ബാക്കി ആക്ടിവിറ്റികൾ നടക്കുന്നുണ്ടാവാം. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ അനോണിമസ് ആണ് എന്ന് പറയുമെങ്കിലും അവിടെ എന്താണ് അവർക്ക് ഐപി മാത്രം അവർ മാറ്റിയിട്ട് നമ്മളുടെ ഡിവൈസിന്റെ ഇൻഫർമേഷൻ വെച്ചിട്ട് ബാക്കി നമ്മളെ ട്രാക്ക് ചെയ്യും. ഓക്കെ. അപ്പോൾ ഞാനെന്ത് ചെയ്യുന്നു? നമ്മൾ നേരത്തെ കണ്ട വാട്ട്സ് മൈ ഐപി അഡ്രസ്. ഓക്കെ. ഞാൻ ഇവിടുന്ന് ലൊക്കേഷൻ തൽക്കാലത്തേക്ക് മാറ്റുന്നു. ഓക്കെ. നമ്മൾ നേരത്തെ കാലി ടോറിഫൈ കൊടുത്തത് എന്ത് ചെയ്താൽ മതി? -i. ജസ്റ്റ് നമുക്ക് അവരുടെ ഐപി ഇൻഫർമേഷൻസ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് -i ഉണ്ടായിരുന്നു. -c കൊടുത്തിട്ട് നമ്മളത് ക്ലിയർ ചെയ്തു. ഓക്കെ. നമ്മൾ നോർമൽ നെറ്റ്വർക്കിലാണ് ഇപ്പോൾ നമ്മൾ കണക്റ്റ് ആയിട്ടുണ്ടാവുക. ഞാൻ എന്ത് ചെയ്യുന്നു? പേജ് റീഫ്രഷ് ചെയ്യുന്നു. അല്ലല്ല, ലോഡാവാൻ സമയമെടുക്കുന്നുണ്ട്. ആ വിപിഎൻ കണക്ട് ചെയ്യുമ്പോൾ ലോഡാവാൻ ഒന്നുകൂടിയും ലേറ്റ് ആവും.
നമ്മുടെ യൂസർ ഏജന്റ് ഏതാണ് വർക്ക് ചെയ്യുന്നത് എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. നമ്മളുടെ യൂസർ ഏജന്റ് ഏതാണ് എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണിത്. ഇവിടെ നമ്മൾ യൂസർ ഏജന്റ് മാത്രമാണ് നോക്കുന്നത്. കാണാം എൻ്റെ ഐപിയും എൻ്റെ ലൊക്കേഷൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ദെൻ ഡീഫാൾട്ട് ആയിട്ട് എൻ്റെ യൂസർ ഏജന്റ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഏതാണ്? മൊസില്ലയാണ്. ഞാൻ ഫയർഫോക്സ് ബ്രൗസറാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? ലിനക്സ് 64 ബിറ്റ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഇൻഫർമേഷൻ എന്ത് ചെയ്യുന്നു? റിക്വസ്റ്റിൻ്റെ കൂടെ പോകുന്നുണ്ട്. ഓക്കെ. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ഈ സ്വിച്ചർ നമ്മൾ എക്സ്റ്റൻഷൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഏതാണ്? ഞാനിവിടെ സ്വിച്ചർ എന്ന് പറയുന്ന നമ്മളുടെ എക്സ്റ്റൻഷൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെയുണ്ട് റൈറ്റ് സൈഡിൽ. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ലിസ്റ്റ് ചെയ്ത് കാണിച്ചു തരും. വേരിയസ് ആയിട്ടുള്ള മറ്റു ചില യൂസർ ഏജന്റുകളുടെ നെയിമുകൾ ഇവിടെ കാണിച്ചു തരും. ഓക്കെ. നമുക്ക് എന്ത് ചെയ്യുന്നു? ഇതിൽ നിന്ന് നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ. ഞാൻ എന്ത് ചെയ്യുന്നു? എൻ്റെ യൂസർ ഏജന്റ് ഇവിടുന്ന് മാറ്റുന്നു. ഇപ്പോൾ ഡീഫോൾട്ട് ആയിട്ട് ഏതാ കിടക്കുന്നത്? മൊസില്ല. അതിൻ്റെ വേർഷൻ കിടക്കുന്നുണ്ട്. ലിനക്സ് ആണ് ഞാൻ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം പറഞ്ഞ് കിടക്കുന്നുണ്ട്. ഫയർഫോക്സ് ബ്രൗസറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത്രയും ഇൻഫർമേഷൻ അവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഒരാൾ IP മാറ്റിക്കൊണ്ടേയിരുന്നു. പക്ഷേ ഈ ഇൻഫർമേഷൻ അവിടെ ഫിക്സഡ് ആയിട്ട് തന്നെയായിരിക്കും. ആളുടെ IP അങ്ങനെ മാറുന്നുണ്ടാവും. ആയിട്ട് നിൽക്കുന്നുണ്ടാവും. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ നിന്ന് നമുക്കിനി ഏതെങ്കിലും ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഞാൻ എന്ത് ചെയ്യുന്നു? വിൻഡോസ് ഫയർഫോക്സ്. ഞാൻ ഈ പേജ് ഒന്ന് റിഫ്രഷ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും നമ്മളുടെ സിസ്റ്റത്തിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ നെയിം മാറിയിട്ടുണ്ടാവും. അതേപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രൗസർ മാറിയിട്ടുണ്ടാവും. കണ്ടോ? വിൻഡോസ് എന്ന് കാണുന്നുണ്ട്. ദെൻ ഫയർഫോക്സ്, കാരണം നമ്മളിവിടെ ഫയർഫോക്സ് എന്ന് തന്നെ കൊടുത്തത്. ഇനി അതും ഞാൻ മാറ്റുന്നു. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു? മാക് OSലേക്കും അവരുടെ ബ്രൗസർ സഫാരി എന്ന് ഞാൻ കൊടുത്തു. മാക് OS എന്ന് കൊടുത്തു. ദെൻ ഇനി ഞാൻ ആ പേജ് റീഫ്രഷ് സംഭവിക്കാം. എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ യൂസർ ഏജൻറ്റിൻ്റെ നെയിം മാറിയിട്ട് പറയുന്ന പോലെ മാക് OS എന്നും സഫാരി എന്നും അവിടെ കാണിക്കും. ഓക്കെ. ദെൻ എന്താണ് ഇവിടെ കാണിക്കുന്നുണ്ട്? മാക് OS ആണ് യൂസ് ചെയ്യുന്നതെന്ന് കാണിക്കുന്നുണ്ട്. ദെൻ സഫാരി ഇൻഫർമേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? യൂസർ ഏജൻസ് മാറ്റാം. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്? നമ്മുടെ ബ്രൗസർ എപ്പോഴും എന്താണ്? സെയിം നെയിം തന്നെയായിരിക്കും അവിടെ കാണിക്കുന്നുണ്ടാവുക. നമ്മളുടെ കമ്പ്യൂട്ടറിൻ്റെ നെയിമും. അതേപോലെ ഇവിടെ iOS ഉണ്ട്. നമുക്കത് എന്ത് ചെയ്യാം? ഐഫോൺ ഫോണിലേക്ക് മാറ്റാം. ഇവിടെ ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്. ഐഫോൺ എന്ന് പറഞ്ഞിട്ടൊരു എക്സ്റ്റൻഷൻ ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളുടെ ഈ പറയുന്ന യൂസർ ഏജന്റ് ഈ പറയുന്ന ഐഫോണിലേക്ക്, ഐഫോൺ സഫാരി. ഓക്കെ. ഞാനത് സെലക്ട് ചെയ്തു. ദെൻ ഞാൻ പേജ് റീഫ്രഷ് ചെയ്തു. സോ നമ്മൾ എങ്ങോട്ട് മാറും? ഈ പറയുന്ന ഐഫോൺ എന്ന് പറയുന്ന ഐഫോൺ സഫാരി ബ്രൗസറിലേക്ക് മാറിയിട്ടുണ്ടാകും. ഓക്കെ. അപ്പോൾ അതേ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ കമ്പ്യൂട്ടർ ഏജന്റുകൾ മാറ്റണം. അത് നമ്മൾ IP മാത്രം മാറ്റിക്കൊണ്ട് കാര്യമില്ല. യൂസർ ഏജൻസ് കൂടി മാറ്റണം. ഓക്കെ. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും ഐഫോൺ എന്നും പറയുന്ന ഇൻഫർമേഷൻ ഇവിടെ കാണിക്കുന്നുണ്ടാവും. ഓക്കെ. ഇനി ഈ പറയുന്ന രീതിയിൽ നമ്മളുടെ ബ്രൗസറിനെ അനോണിമൈസ് ചെയ്യണം, IP മാറ്റണം, മാക് അഡ്രസ്സ് ചേഞ്ച് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞു ടൈം സോൺ എന്തൊക്കെ മാറ്റിയിട്ടുണ്ടാവും? IP ഒക്കെ മാറ്റിയിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ടൈം സോൺ ഇപ്പോഴും കിടക്കുന്നത് +5:30 എന്നായിരിക്കും. അത് ആരുടെ ടൈം സോൺ ആണ്? നമ്മുടെ ഇന്ത്യയുടെ ടൈം സോൺ ആണ്. സോ അത് വെച്ചിട്ട് അവർക്ക് മനസ്സിലാവും നമ്മളുടെ കൺട്രി, ഒറിജിനൽ കൺട്രി ഏതാണ്? ഇന്ത്യ ആണെന്നുള്ളത്. നമ്മൾ IP ഒക്കെ മാറ്റിയിട്ട് പല പല രാജ്യങ്ങൾ കാണിച്ചിട്ടുണ്ടാവും. പക്ഷെ റിക്വസ്റ്റിലായി ടൈം സോൺ എന്ത് തന്നെയായിരിക്കും? 5:30 എന്ന് തന്നെയായിരിക്കും. അത് ഇന്ത്യയാണ്. അപ്പോൾ നമ്മൾ ടൈം സോൺ മാറ്റണം. അപ്പോൾ ഇതെല്ലാം മാറ്റാൻ പറ്റും കാലി വുആമൈ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ കാലി വുആമൈ എന്ത് ചെയ്യുക? നിങ്ങൾ സെർച്ച് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. ദെൻ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് ഒരു ഗീക്സ് ഫോർ ഗീക്സിൻ്റെ ഒരു പേജ് കാണാൻ പറ്റും. ഇതിൽ തന്നെ ഇതിൻ്റെ ഇൻസ്റ്റാളേഷനും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ദെൻ തൊട്ട് താഴെ നേരെ നിങ്ങൾക്ക് എന്താണ് ഗിറ്റ് ക്ലോൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗിറ്റ് ഹബിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ദെൻ നിങ്ങൾ എന്ത് ചെയ്യുക? അത് ഫോളോ ചെയ്യുക. ഇതിലേതെങ്കിലും ഫോളോ ചെയ്യുക. അതിൽ പറയുന്നൊക്കെ സ്റ്റെപ്പുകളൊന്നും തന്നെ. ദെൻ ഡിപ്പെൻഡൻസി ഫയലുകൾ ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട്. ഫയൽ ഗിറ്റ് ക്ലോൺ ചെയ്യാനുണ്ട്. ദെൻ ആ ഫോൾഡറിലേക്ക് പോയതിന് ശേഷം sudo make install എന്ന് കൊടുക്കുക. ഓക്കെ. ഞാനതിവിടെ കൊടുത്തു വെച്ചിട്ടുണ്ട്. sudo anonymous ഓക്കെ. sudo kali വുആമൈ പ്രൊജക്റ്റ്. ഓക്കെ. ഇവിടെ എത്തിയിട്ട് വേണം sudo make install എന്ന് കൊടുക്കാൻ. ദെൻ ഞാൻ എന്ത് ചെയ്തു? അതിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തു. ആഫ്റ്റർ ഇൻസ്റ്റാളേഷൻ നമ്മൾ എന്ത് കൊടുക്കുക? sudo kali വുആമൈ. ഓക്കെ.
മൈനസ് നമ്മൾ എന്ത് ചെയ്യുക, ഹെൽപ്പ് അടിച്ച് നോക്കുക എന്തൊക്കെ ട്രാക്സ് അതിലുണ്ട്, അല്ലെങ്കിൽ ജസ്റ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. മൈനസ് മൈനസ് സ്റ്റാർട്ട് ഉണ്ട്, മൈനസ് മൈനസ് സ്റ്റോപ്പ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ മെയിൻലി അത് തന്നെയാണ് കൊടുക്കുന്നത്, മൈനസ് മൈനസ് സ്റ്റാർട്ടും മൈനസ് മൈനസ് സ്റ്റോപ്പും. ദെൻ അതിൻ്റെ സ്റ്റാറ്റസ് അറിയാൻ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, മൈനസ് മൈനസ് സ്റ്റാർട്ട്. ഓക്കെ, പോവാമായി സ്റ്റാർട്ടായി. ദെൻ നമ്മളോട് ചോദിക്കുകയാണ് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചേഞ്ച് ചെയ്യണം. നേരത്തെ പറഞ്ഞു നമുക്ക് IP മാത്രം മാറ്റിയാൽ പോരാ, ടൈം സോൺ മാറ്റണം, ബ്രൗസർ അനോണിമൈസ് നടത്തണം, പിന്നെ അതേപോലെ നമുക്ക് മാക് അഡ്രസ്സ് മാറ്റണം, ദെൻ ഹോസ്റ്റ് നെയിം മാറ്റണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. DNS നമുക്ക് ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ടൂള് വഴി ചെയ്യാൻ പറ്റും. ഓക്കെ, എനിക്ക് എന്ത് ചെയ്യണം, ലോഗുകളെ കിൽ ചെയ്യണം എന്ന് പറഞ്ഞ സമയത്ത് ഒക്കെ എന്ത് ചെയ്യണം, ദെൻ IP ചേഞ്ച് ചെയ്യണം, ദെൻ DNS ചേഞ്ച് ചെയ്യണം, ദെൻ എനിക്ക് ഹോസ്റ്റ് നെയിം മാറ്റണം, ടൈം സോൺ മാറ്റണം, ദെൻ ബ്രൗസർ അനോണിമൈസേഷൻ നടത്തണം. ഇതെല്ലാം എനിക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അത് സെലക്ട് ചെയ്യുന്നു, ദെൻ സോ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്താവും, എനബിൾഡ് ആവും. ഓക്കെ, ടൈം സോൺ മാറും, ഈ പറയുന്ന പോലെ ഓരോന്നോരോന്നും മാറിയിട്ടുണ്ടാവും. ദെൻ ഈ പറയുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നു, എൻ്റയർ സിസ്റ്റത്തിൻ്റെ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ചെയ്യാം. ഈ പറയുന്ന കാലി വുവാമായി ടൂൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഇതാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ടൂൾ വെച്ചിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഒന്ന് കാലി ടോറിഫൈ എൻ്റയർ സിസ്റ്റത്തിന് നമ്മൾ ചേഞ്ച് ചെയ്തു, അത് IP മാത്രമാണ് നമ്മൾ മാറ്റിയത്. ദെൻ നമ്മൾ എന്ത് ചെയ്തു, യൂസർ ഏജൻറ്റ് വഴി ബ്രൗസർ വഴി നമ്മൾ റിക്വസ്റ്റുകൾ വഴി നമ്മൾ എന്ത് ചെയ്യുന്നു, യൂസർ ഏജൻസുകൾ നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരുന്നു. നമ്മുടെ ഡിവൈസിൻ്റെ ഇൻഫർമേഷൻ, ബ്രൗസർ ഇൻഫർമേഷൻ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ളത്. ഇനി ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, നമുക്ക് എന്ത് ചെയ്യണം, ഇതുപോലെയുള്ള ഒരുപാട് VPNs അവൈലബിൾ ആണ്. നമ്മൾ ട്രസ്റ്റഡ് ആയിട്ടുള്ള VPN കാര്യങ്ങൾ നമുക്ക് യൂസ് ചെയ്യും. അതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അനോണിമസ് ആവാൻ പറ്റും. അതിലൊരു പ്രധാനപ്പെട്ട ഒന്നാണ് പ്രോട്ടോൺ VPN, നമുക്ക് ഫ്രീ അവൈലബിൾ ആണ്. ഓക്കെ, പ്രോട്ടോൺ മെയിൽസും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ സിസ്റ്റത്തിനെ എൻ്റയർലി ചെയ്യാൻ പറ്റും, VPNസിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് സെക്യൂർ ആയിട്ട് നമ്മുടെ കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ പറ്റും. ദെൻ ഇനി നമുക്ക് എങ്ങനെയൊക്കെ അനോണിമസ് ആവാം എന്നുള്ള ഓക്കെ അടുത്തൊരു ഭാഗമാണ്. നമ്മൾ നമ്മുടെ സിസ്റ്റം കംപ്ലീറ്റ് അനോണിമസ് ആക്കി നമുക്ക് എന്ത് ചെയ്യണം, നമ്മളെപ്പോഴും അനോണിമസ് ആവും. നമ്മുടെ സിസ്റ്റം മാത്രം അനോണിമസ് ആയാൽ പോരാ, നമ്മളും അനോണിമസ് ആവണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ കംപ്ലീറ്റ് ഐഡിയും പ്രൊഫൈലും കാര്യങ്ങളൊക്കെ മാറ്റണം. നമ്മളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം, നമ്മളുടെ പേര്, നമ്മളുടെ ഐഡൻറ്റിറ്റിയെ നമുക്ക് അനോണിമസ് ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു പുതിയ ഐഡൻറ്റിറ്റി ആയിട്ട് മാറണം. ഓക്കെ, നമ്മളുടെ പേരും ഡീറ്റെയിൽസും അഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് നമ്മളൊരു പുതിയ പേഴ്സണായിട്ട് മാറണം. അങ്ങനെ നമ്മൾ ആക്ട് ചെയ്യണം നമ്മുടെ സൈബർ പ്ലാറ്റ്ഫോംസുകളിൽ, സൈബർ സിസ്റ്റത്തിൽ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് പ്ലാറ്റ്ഫോമുകളാണ്. ഹെൽപ്പ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ്, കാരണം കംപ്ലീറ്റ് ഐഡൻറ്റിറ്റി മാറണം എന്ന് പറയുമ്പോൾ ആരുടെ ഐഡൻറ്റിറ്റിയാണ് മാറേണ്ടത്, നമ്മുടെ ഐഡൻറ്റിറ്റിയാണ് നമുക്ക് മാറ്റേണ്ടത്. നമ്മളുടെ പേരും അഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഫേക്ക് ഐഡൻറ്റിറ്റി ചെയ്യാൻ പറ്റുന്ന, നമ്മളൊരു ഫേസ്ബുക്കിലൊക്കെ ഒരു ഫേക്ക് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും പേരും അഡ്രസ്സും ലൊക്കേഷനും ഈ ഇൻഫർമേഷൻ അവിടെ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പം അങ്ങനെ നമുക്കൊരു ഫേക്ക് ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്തെടുക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒന്നാണ് ഈ പറയുന്ന ഒരു വെബ്സൈറ്റ് foxid.com എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് ഏത് രാജ്യത്തെ ഏത് പേഴ്സണായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ആ ലൊക്കേഷനും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, അവിടെയുള്ള ഒരാളുടെ ഒരു അഡ്രസ്സും പേരും ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കൊരു പ്രൊഫൈൽ തുടങ്ങണമെന്നുണ്ടെങ്കിൽ, ഫേസ്ബുക്ക് അക്കൗണ്ട്, ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് തുടങ്ങണമെന്നുണ്ടെങ്കിൽ അവിടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ എന്ത് ചെയ്യാം, പേരുകളും നമ്പറുകളും ഈ അഡ്രസ്സുകളും മാത്രം കൊടുക്കാം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ സിസ്റ്റത്തിനെ മാത്രം നമ്മൾ നമ്മളും അനോണിമൈസ്ഡ് ആവണം. ഓക്കെ, നമ്മളുടെ ഇൻഫർമേഷൻ നമ്മൾ പബ്ലിക്കലി ഇങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക, നമ്മളുടെ വാട്സപ്പ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസുകൾ വഴി നമ്മളുടെ ഇൻഫർമേഷൻസ് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഹാക്ക് ചെയ്യാനും അവർക്ക് എളുപ്പമാണ്. നമ്മളുടെ ഹിൻറ്റുകൾ അല്ലെങ്കിൽ നമ്മളുടെ ഹോബീസുകൾ ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാലും അവർക്ക് നമ്മളുടെ പാസ്വേഡുകളൊക്കെ ഗസ് ചെയ്യാനും ഒക്കെ സാധിക്കും. നമ്മളുടെ പ്ലാറ്റ്ഫോമുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ഐഡൻറ്റിറ്റി, നമ്മളുടെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ ഇപ്പോഴും എന്താണ്, ഒറിജിനൽ കറക്റ്റ് എക്സാക്റ്റ് കൊടുക്കാതിരിക്കുക. അതുവഴി നമ്മളുടെ ഒരുപാട് ഡാറ്റ തെഫ്റ്റ്, ഐഡൻറ്റിറ്റി തെഫ്റ്റ് നടക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫേക്ക് പേഴ്സൻ്റെ ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും.
ഓക്കെ, ഞാനിവിടെ കൊടുക്കുന്നു മെയിൽ, ജെൻഡർ എന്താന്ന് കൊടുക്കുന്നു, ഏജ് ഗ്രൂപ്പും ഞാൻ കൊടുക്കുന്നു. ദെൻ കൺട്രി, എനിക്ക് ഏത് രാജ്യത്തെ ഒരാളായിട്ട് മാറണം, ഞാനൊരു ലൊക്കേഷൻ കൊടുത്തു, റഷ്യ എന്ന് കൊടുത്തു. സ്റ്റേറ്റ് നോക്കണ്ട. ദെൻ ജനറേറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെയുള്ള ഒരാളുടെ കംപ്ലീറ്റ് അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ഫേക്കാണ്. ഒരാളുണ്ട് എന്നുള്ളതല്ല, നമുക്ക് പറയാൻ പറ്റുന്ന രൂപത്തിൽ പേര് കിട്ടും, നമുക്കൊരു അഡ്രസ്സ് കിട്ടും, നമ്മളുടെ ഫുൾ എന്താ ലൊക്കേഷൻ, അതേപോലെ നമുക്കൊരു ഫോൺ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഫേക്കായിട്ട്. ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, റഷ്യ ആണ് എൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ഒരു ടെമ്പററി അക്കൗണ്ട് അല്ലെങ്കിൽ ഒരു അക്കൗണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ചില ഇൻഫർമേഷൻസ് ഒക്കെ വായിച്ചാൽ തന്നെ മനസ്സിലാവും, ഒക്കെ എന്ത് ചെയ്യും, ഒരു പൊരുത്തക്കേടുണ്ടാവും. എന്നാൽ ഇവിടെ എന്താണ്, കറക്റ്റ് ആ നാട്ടിലുള്ള ഒരാളുടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ എന്നുള്ള രീതിയിൽ കാണിച്ചു തരും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ കാര്യങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രൊഫൈലുകൾ ക്രിയേറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഐഡന്റിറ്റി ആയിട്ട് മാറാം. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ ഐഡന്റിറ്റി മാറ്റിയിട്ട് പേരിൽ ചെയ്യാൻ പറ്റും, ആക്ട് ചെയ്യാൻ പറ്റും. അപ്പം ഇതെവിടെ യൂസ് ചെയ്യുന്നത്, ഇതുപോലെ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടാക്കണം എന്നുള്ള കാര്യമല്ല, നമ്മൾ എവിടെയെങ്കിലുമൊക്കെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ആക്ടിവിറ്റി ഒക്കെ ചെയ്യുമ്പോൾ അതിലൊരു ജെനുവിനിറ്റി നമുക്ക് കാണിക്കണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഡീറ്റെയിൽസ് കൊടുക്കണം. ഓക്കെ, നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇന്ത്യയിൽ കൊടുക്കും, കുറച്ച് നമ്മൾക്ക് തോന്നിയ പോലെ കൊടുക്കും. പേരൊക്കെ വായിച്ചാൽ തന്നെ അറിയാം അതൊരു പക്ക മലയാളിയാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് കാര്യമില്ല. പേരും എല്ലാ കാര്യങ്ങളും നമ്മൾ ഏത് അഡ്രസ്സാണോ അവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതുമായിട്ട് ഒരു മാച്ച് വരണം, ഒരു ജെനുവിനിറ്റി ഫീൽ ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് കാണുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പ്ലാറ്റ്ഫോം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട, ഞാൻ കണ്ടു റഷ്യ ആയിരുന്നു കൊടുത്തത്, റഷ്യയിലുള്ള എനിക്കിത് വായിക്കാൻ പോലും പറ്റുന്നില്ല, ആ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, റഷ്യൻ ലാംഗ്വേജിൽ ആ പേര്, അഡ്രസ്സ്, കറക്റ്റ് അഡ്രസ്സ്, അവിടുത്തെ അഡ്രസ്സിംഗ് സിസ്റ്റം ഒക്കെ ഇങ്ങനെ തന്നെയായിരിക്കും. ഓക്കെ, നമ്മൾ ഓരോ രാജ്യത്തിൻ്റെ അഡ്രസ്സിംഗ് ഒക്കെ ഓരോ രീതിയിലായിരിക്കും. നമ്മൾ അവിടെയും കൊടുക്കുന്ന എന്തായിരിക്കും, ഇപ്പോൾ അമേരിക്കയിൽ അഡ്രസ്സ് കൊടുക്കുമ്പോഴും നമ്മൾ ഡിസ്ട്രിക്റ്റ്, സ്റ്റേറ്റ്, നാഷണൽ എന്നൊക്കെ പറഞ്ഞ് അവിടെ കൊടുക്കാൻ പറ്റില്ല, അവിടുത്തെ രീതി വേറെ ആയിരിക്കും. അപ്പോൾ ആ രീതിയിൽ ഇതിന് മാച്ച് ചെയ്യുന്ന രീതി കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ, പിന്നീട് നമ്മൾ അതിനെന്ത് ചെയ്താൽ മതി, ഒന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അതിനൊന്ന് പൊലിപ്പിച്ചെടുത്താൽ മതിയാവും. ഓക്കെ, അങ്ങനെ നമുക്കൊരു ഫേക്ക് ഐഡന്റിറ്റി സൈറ്റ് യൂസ് ചെയ്യാം. അതേപോലെ നമുക്ക് ഫേക്ക് ക്രെഡിറ്റ് കാർഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ചില പ്ലാറ്റ്ഫോമിലൊക്കെ ക്രെഡിറ്റ് കാർഡ് കൊടുത്താൽ മാത്രമേ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുള്ളൂ എന്നൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ എന്ത് ചെയ്യാം, അപ്പോൾ അവിടെ പേയ്മെന്റും കാര്യങ്ങളൊന്നും നടക്കുന്നുണ്ടാവില്ല, ഫേക്ക് ഒരു ക്രെഡിറ്റ് കാർഡ് ഇൻഫർമേഷൻ കൊടുത്താൽ മതി എന്ന്, ഇതുപോലെ ഫേക്ക് ക്രെഡിറ്റ് കാർഡ് പ്ലാറ്റ്ഫോംസുകൾ യൂസ് ചെയ്യാം. ഓക്കെ, ദെൻ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ ഒരു നമ്പർ വേണം, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു വിസ കാർഡ് നമ്പർ വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാസ്റ്റർ കാർഡ് നമ്പർ വേണം. ഓക്കെ, ജസ്റ്റ് എന്ത് ചെയ്യാം, മാസ്റ്റർ കാർഡ് എന്ന് സെലക്ട് ചെയ്യാം. ദെൻ എന്തൊക്കെ ഇൻഫർമേഷൻ വേണം, എക്സ്പയറി ഡേറ്റും നമുക്ക് CV ഒക്കെ വേണം. എത്ര കാർഡ് ജനറേറ്റ് ചെയ്യണം, 1. ഓക്കെ, ദെൻ നമുക്ക് ഇവിടെ എന്തായി, ഒരു മാസ്റ്റർ കാർഡ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു മാസ്റ്റർ കാർഡ് നമ്പർ കിട്ടി, ദെൻ CV കിട്ടി, ഒരു എക്സ്പയറി ഡേറ്റും കിട്ടി. അപ്പോൾ ചില പ്ലാറ്റ്ഫോമുകളിലൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ ഡാറ്റകൾ കൊടുക്കേണ്ട സിറ്റുവേഷൻസ് വരും, ആദ്യം ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഒറിജിനൽ ക്രെഡിറ്റ് കാർഡ് ഇൻഫർമേഷൻ കൊടുത്താൽ മാത്രമേ അങ്ങോട്ട് പോവുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, തോന്നിയ പോലെ ഒരു നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അവരത് അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് പറയും. അപ്പോൾ നമുക്ക് എന്ത് ആവശ്യമുണ്ട്, ജെനുവിൻ ആയിട്ടുള്ള ഒറിജിനലിനെ പോലെ തോന്നിക്കുന്ന നമ്പേഴ്സുകൾ വേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, പ്ലാറ്റ്ഫോം ചെയ്ത് നോക്കാം. ഓക്കെ, ക്രെഡിറ്റ് കാർഡ് വാലിഡേറ്റർ.org. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒരു നമ്പർ, ഇനി നിങ്ങൾക്കായിട്ട് കസ്റ്റമൈസ് ചെയ്തൊരു നമ്പർ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്പർ ഉണ്ടാക്കാം, പക്ഷെ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്ത് നോക്കണം, അവിടെ അക്സെപ്റ്റ് അല്ലെങ്കിൽ അവിടെ അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ അത് എന്ത് ചെയ്യാം, ഇവിടെ വന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കാം, ഏതെങ്കിലും ഒരു നമ്പർ അടിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കാം, അങ്ങനെ ഒരു കാർഡ് ഉണ്ടോ. ഞാനിപ്പോൾ എന്ത് ചെയ്തു, തെറ്റായ ഒരു നമ്പർ അടിച്ചു, അതാണ് ഇൻവാലിഡ് ആണ്. ഓക്കെ, അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, നമ്മൾ എന്തെങ്കിലും വെറുതെ ഒരു നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാലൊന്നും ശരിക്കും അങ്ങനെ ഒരു കാർഡ് ഉണ്ടാവില്ല. അത് അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും, അത് എന്താ സിസ്റ്റത്തിന് തന്നെ മനസ്സിലാവും. നമ്മൾ വെറുതെ ഒരു 12 അക്ക നമ്പറൊക്കെ അടിച്ച് വെറുതെ ആ സ്റ്റെപ്പ് പ്രോസസ് ചെയ്യാൻ നോക്കും, പക്ഷേ എന്തെങ്കിലും ഇൻവാലിഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ജെനുവിനായ ഒരു ജെനുവിനിറ്റി തോന്നുന്ന രീതിയിലൊരു നമ്പർ വേണം ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാം. കണ്ടോ, ഞാൻ എന്ത് ചെയ്യുന്നു, റാൻഡം ആയിട്ടൊക്കെ ഒരു നമ്പർ കൊടുക്കുമ്പോൾ അവരെന്ത് ചെയ്യുന്നുണ്ടാവില്ല, അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല, അത് ഇൻവാലിഡ് ആണ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. സോ നമ്മൾ ജെനുവിൻ ആയിട്ടൊന്ന് കൊടുക്കുമ്പോഴായിരിക്കും അത് വാലിഡ് നമ്പർ കാണിക്കുക, അത് ഏത് കമ്പനിയാണെന്നുള്ളതും ഏത് കാർഡാണെന്നുള്ളതും കാണിക്കുന്നുണ്ടാവും. ഓക്കെ, അതേപോലെ നമുക്ക് ഫ്രീ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, ഇങ്ങനെയുള്ള ഇൻഫർമേഷനൊക്കെ നമുക്ക് എന്ത് ചെയ്യും, സൈറ്റുകളുണ്ട്. ഇനി അതേപോലെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്, നമ്മൾ ഒരിക്കലും ജെനുവിൻ മെയിൽ യൂസ് ചെയ്യരുത്, ടെമ്പററി മെയിലുകൾ യൂസ് ചെയ്യണം. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മൾ കൂടുതലായിട്ട് അത് യൂസ് ചെയ്യാറുണ്ട്. ടെമ്പററി മെയിൽസ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് ടെമ്പററി മെയിൽ സർവീസ് ഓഫർ ചെയ്യുന്ന ഒരുപാട് പ്ലാറ്റ്ഫോം ഉണ്ട്. ഒറിജിനൽ മെയിൽ നമ്മൾ എവിടെയും കൊടുക്കരുത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം എടുത്താൽ പോലും, ഞാൻ പ്ലാറ്റ്ഫോം എടുത്തു, നമുക്ക് അദ്ദേഹം തൽക്കാലത്തേക്ക് ഒരു മെയിൽ ID കിട്ടും. സോ നമുക്ക് എവിടെയെങ്കിലും ഒരു OTP വഴി എങ്ങനെ കയറണമെന്നുണ്ട്,
ഒറിജിനൽ മെയിൽ ഐഡി കൊടുക്കാതിരിക്കുക. അവര് തരുന്ന അതാ ഇതായിരിക്കും നമ്മളുടെ മെയിൽ. ഓക്കെ. ഇനി ഈ മെയിൽ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? നമുക്ക് എവിടെയെങ്കിലും ഒടിപി വരണം അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ടെമ്പററി മെയിൽ യൂസ് ചെയ്യാൻ പറ്റും. എവിടെയെങ്കിലും മെയിൽ ഒടിപി എന്താ ഒരു വൺ ടൈം ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാത്ത പ്ലാറ്റ്ഫോമുകൾ വരുവാണെന്നുണ്ടെങ്കിൽ അതേപോലെ ഫ്രീ ആയിട്ടുള്ള ഏതെങ്കിലും സർവീസ് ഇപ്പോൾ ഇപ്പം നമ്മളുടെ ChatGPT പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിലൊക്കെ ടെമ്പററി മെയിൽസുകൾ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളുടെ മെയിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിന് ലിമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാം ഇതുപോലെ ടെമ്പററി മെയിൽസ് ഒരുപാട് അക്കൗണ്ടുകളൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തൽക്കാലത്തേക്ക് ഒരു ടെമ്പററി മെയിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇമെയിൽ ഐഡി യൂസ് ചെയ്യാം. ദെൻ അവിടെ വരുന്ന ഒടിപി ഒക്കെ ഇവിടെ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അതേപോലെ ഫേക്ക് ഫോൺ നമ്പറുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഫേക്ക് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫോൺ നമ്പേഴ്സുകൾ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? നമ്പേഴ്സുകളൊക്കെ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും. ഫേക്ക് നമ്പറുകളൊക്കെ ഓൺലൈനിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ രീതിയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? വേണം ഒരു ഒടിപി റിസീവ് ചെയ്യണം. ആ ഒരു ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു ഫോൺ നമ്പർ വേണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യാം. ഓക്കെ. ഇതൊക്കെ നമ്മൾ പേയ്മെന്റ് കൊടുത്തിട്ടുള്ള സർവീസുകളുണ്ട്. നമുക്ക് ഏത് കൺട്രീൻ്റെ ഫോൺ നമ്പർ വേണമെന്നുണ്ടെങ്കിലും ഏത് യൂസ് ചെയ്യാം കുറച്ച് നേരത്തേക്ക്. പേയ്മെന്റ്സ് ഉണ്ട്. ദെൻ എന്ത് ചെയ്യാൻ പറ്റും? ഏത് രാജ്യത്തിലേക്കും നമുക്ക് ഏത് രാജ്യത്തിലും കുറച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള സർവീസുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്യുന്നത് വഴി നമ്മൾ എന്താ സംഭവിക്കുക? അനോണിമസ് ആവുകയാണ്. ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്യണം. അല്ലാതെ ഒരു സൈഡ് മാത്രം നമ്മൾ അനോണിമസ് ആക്കി നമ്മുടെ സിസ്റ്റത്തിന് അനോണിമസ് ആക്കി പക്ഷെ നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻസ് നിങ്ങൾ അവിടെ കറക്റ്റ് ഇൻഫർമേഷനാണ് കൊടുക്കുന്നത്. അഡ്രസ് ഒക്കെ നോക്കുമ്പോൾ റഷ്യയും ചൈനയൊക്കെ കൊടുത്തിട്ടുണ്ടാകും. അല്ലെങ്കിൽ VPN ഒക്കെ കൊടുത്ത് നിങ്ങൾ അവിടെയൊക്കെ കണക്റ്റഡ് ആയിരിക്കും. പക്ഷെ നിങ്ങൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും നിങ്ങൾ ഏത് രാജ്യക്കാരനാണ്. നിങ്ങൾ കൊടുക്കുന്ന ഫോൺ നമ്പർ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകാൻ പറ്റും നിങ്ങൾ ഏതാണ് ആക്സ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ കൊടുക്കുന്നതിൽ നമ്മൾ സിസ്റ്റത്തിനെയും അനോണിമസ് ആക്കണം. മാത്രമല്ല നമ്മളെയും അനോണിമസ് ആക്കണം. രണ്ട് കൂട്ടരും അനോണിമസ് ആയാൽ മാത്രമേ നമ്മുടെ എൻ്റയർ പ്രോസസ്സിന് കംപ്ലീറ്റ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അനോണിമസ് ആക്കാൻ സാധിക്കുകയുള്ളൂ. സാറേ കഴിഞ്ഞു.